സൂർജിലാമയുടെ മരണത്തിൽ പോലീസിനെ വിമർശിച്ച് ഹൈക്കോടതി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി നെടുമ്പാശ്ശേരി SHO നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. സൂരജ്ലാമയെ കൊണ്ടുപോയ ആംബുലൻസിനെ പോലീസ് അനുഗമിച്ചില്ലെന്ന അഭിഭാഷകന്റെ വാദം തള്ളിയ കോടതി പോലീസ് അനുഗമിക്കാൻ അദ്ദേഹം VIP അല്ലല്ലോ എന്നും പരിഹസിച്ചു. പോലീസ് പ്രവൃത്തിയിൽ ലജ്ജ തോന്നുന്നുവെന്നും കോടതി പറഞ്ഞു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നു. രേഷ്മ, രൂക്ഷ വിമർശനങ്ങളാണ് കോടതി പോലീസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു വിമർശനം ഉന്നയിക്കേണ്ട സാഹചര്യം എന്താണ്? എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്? സൂരജ്ലാമയുടെ മരണത്തിൽ ഹൈക്കോടതി വീണ്ടും പോലീസിനെ വിമർശിച്ചിരിക്കുകയാണ്. DNA ഫലത്തിലൂടെ കളമശ്ശേരി HMD ഭാഗത്തു നിന്നും കണ്ടെത്തിയ മൃതദേഹം സൂരജ്ലാമയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യം SHO അതായത് പോലീസ് ഹൈക്കോടതിയിൽ രേഖാമൂലം തന്നെ അറിയിച്ചു. അതിനുശേഷം ഇന്ന് ഈ മകൻ സന്തൻലാമ നൽകിയ ഹർജി, ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിച്ച സമയത്താണ് ഹൈക്കോടതി പോലീസ് സംവിധാനങ്ങളുടെ വീഴ്ചയെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. ലജ്ജ തോന്നുന്നു. സൂരജ്ലാമയുടെ മകൻ സന്തൻലാമയോട് തങ്ങൾ എന്ത് മറുപടി പറയും? അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായിട്ട് നെടുമ്പാശ്ശേരി SHO നേരിട്ട് തന്നെ അടുത്ത തവണ ഹാജരാകാനും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പോലീസ് ഈ സൂരജ്ലാമയെ കൊണ്ടുപോയ ആംബുലൻസിനെ അനുഗമിച്ചില്ലെന്ന് അഭിഭാഷകൻ ഇന്ന് ഹൈക്കോടതിയെ ബോധിപ്പിച്ചു. പോലീസ് അനുഗമിക്കാൻ അദ്ദേഹം VIP അല്ലല്ലോ എന്നായിരുന്നു കോടതി ഇക്കാര്യത്തിൽ നടത്തിയ പരിഹാസം. ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും അധികാരമുണ്ടാകണം. അധികാരമുണ്ടെങ്കിൽ മാത്രമേ ഒരു VIP പരിഗണന ലഭിക്കുകയുള്ളൂ. അത്തരം സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളതെന്നും ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് പരാമർശം നടത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ പോലീസ് നിലവിൽ അടുത്ത തവണ ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഹാജരാക്കണം. അതിനുശേഷമേ ഈ ഹർജിയിന്മേലുള്ള അന്തിമ തീർപ്പിലേക്ക് ഹൈക്കോടതി കടക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നവംബർ 30 HMD ഭാഗത്തു നിന്നും ഒരു മൃതദേഹം ലഭിച്ചത്. അത് സൂരജ്ലാമയുടേതാണെന്നുള്ള തരത്തിൽ നേരത്തെ സംശയങ്ങളൊക്കെ ഉയർന്നിരുന്നെങ്കിലും ശാസ്ത്രീയമായിട്ട് തെളിയിക്കേണ്ടതുണ്ടായിരുന്നു. അത് പലതവണ DNA ഫലം വൈകുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതി വിമർശനം ഉന്നയിക്കുകയും ചെയ്തതാണ്. എന്തായാലും ഒടുവിൽ DNA ഫലം പോസിറ്റീവ് ആവുകയായിരുന്നു. സൂരജ്ലാമയുടേതാണ് ഈ മൃതദേഹമെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇക്കഴിഞ്ഞ ഒക്ടോബർ 5 ഈ കൊച്ചി വിമാനത്താവളത്തിൽ ഇറങ്ങിയ സൂരജ്ലാമയെ കാണാതാകുന്നത്. കളമശ്ശേരിയിലെ ആശുപത്രിയിലൊക്കെ തന്നെ എത്തിയിരുന്നു. അപകടം എന്തോ പറ്റിയാണ് എത്തിയത്. അവിടെ വരെയുള്ള CCTV ദൃശ്യങ്ങൾ ലഭിച്ചതാണ്. പക്ഷെ പിന്നീടാണ് HMD ഭാഗത്തു നിന്നും ഒരു മൃതദേഹം ലഭിക്കുന്നത്. HMD പോലുള്ള ഒരു പ്രദേശം അല്ലെങ്കിൽ നഗരത്തിന്റെ ഒരു പരിധിയിൽ പോലീസ് സംവിധാനങ്ങളുടെ ഒന്നും തന്നെ പരിശോധനയില്ലാതെ ഒരു വിജനമായ പ്രദേശം ഉണ്ട് എന്ന് പറയുന്നത് തന്നെ പരിഷ്കൃത സംഭവത്തിന് ചേർന്നതല്ല എന്നായിരുന്നു അന്ന് ഹൈക്കോടതി നടത്തിയ വിമർശനം. പോലീസ് സംവിധാനങ്ങൾ കൃത്യമായിട്ട് നഗരപരിധി ഇത്തരം ഇടങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിലൊരു വീഴ്ച സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നുള്ളതായിരുന്നു അന്ന് ഹൈക്കോടതി നടത്തിയ വിമർശനം. എന്തായാലും ഹൈക്കോടതി ഈ ഹേബിയസ് കോർപ്പസ് ഹർജി പിന്നീട് പരിഗണിക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട്. വലിയ രൂക്ഷമായ ഭാഷയിലാണ് പോലീസ് സംവിധാനങ്ങളുടെ നിഷ്ക്രിയത്വത്തെ ഹൈക്കോടതി വിമർശിച്ചത്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.